Hi, hello, welcome to Liria Fashions. It's me, Farhana Shihab. അപ്പോൾ നമ്മളിന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടൊന്നല്ല വന്നിട്ടുള്ളത്. നിങ്ങളുമായിട്ടൊരു കാര്യം ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിപ്പം ട്രാവൽ ചെയ്യുന്നത്. നമ്മൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നത് കേട്ടോ. ബസ്സിലാണ് പോകുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ 2 കസിൻസും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവരെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എന്തിനാണ് പോകുന്നത്, എങ്ങോട്ടേക്കാണ് പോകുന്നത്, കോഴിക്കോട് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നൊന്നും നമ്മളിതുവരെ പറഞ്ഞിട്ടില്ല. അതിന് മുന്നേ ആയിട്ട് നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയാനുണ്ട്. കാരണം ഞാനിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് കൺസിസ്റ്റൻസ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളല്ല കുറച്ച് മാസങ്ങളായി. എന്നിട്ടും വീണ്ടും ഇൻസ്റ്റ വഴിയും അല്ലെങ്കിൽ വാട്സപ്പ് വഴിയൊക്കെ പലരും മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട്, എന്താണ് വീഡിയോസ് ഇടാത്തത്, വീഡിയോസ് അപ്ലോഡ് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയുന്ന കാര്യമാണ്, കുറച്ചൊരു ബിസിയാണ്, അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത് എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് എന്താണ് ബിസി, നിങ്ങൾ ചെയ്യുന്ന വർക്ക്സ് അങ്ങനെ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിച്ച് പലരും മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പം ഞാനിപ്പോൾ എന്താണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത് എന്നുള്ളതിൻ്റെ റീസൺ ഞാൻ പറയാം. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പം ഓൺലൈനായിട്ട് ഫാഷൻ ഡിസൈനിങ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സ്വീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ അക്കാഡമിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ഒരുമിച്ച്, യൂട്യൂബും അതുപോലെ തന്നെ എൻ്റെ ഓൺലൈൻ ക്ലാസ്സസും കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തത്. പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് അത്രയും വലുതാണ്. പലപ്പോഴായിട്ട് ഇപ്പോഴും എനിക്ക് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോഴും എന്തിനാണ് കോഴിക്കോട് വന്നത് എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്വീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വീസിൻ്റെ 5th ആനിവേഴ്സറി ആയിരുന്നു. അതിൻ്റെ പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം നടന്നിരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ 2 കസിൻസും കൂടെയാണ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. പ്രോഗ്രാം അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. കാരണം നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴും നമ്മൾ കോഴിക്കോട് കസിൻസായിട്ട് പോവുക എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ കറങ്ങാൻ പോവുക എന്നുള്ളതിനായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ആയിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചാടണം എന്നുള്ള പ്ലാനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ തന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീറ്റിംഗ് നടക്കുന്ന ഓഷ്യൻ 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ തന്നെ അവർ ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ ഫുഡൊന്നും കഴിക്കാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചാടണം എന്നുള്ള പ്ലാനായിരുന്നു. കാരണം നമുക്ക് കോഴിക്കോടൊന്ന് കറങ്ങാൻ പോകണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഒരു പ്ലാനിലാണ് അങ്ങോട്ട് കയറിയത്. പക്ഷേ നമ്മളവിടെ പോയി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ സംസാരമായാലും, നമ്മുടെ ഹാരിസ് സാറാണിത്, നമ്മുടെ സ്വീസിൻ്റെ CEO ആൻഡ് ഫൗണ്ടറാണ്. അപ്പോൾ അവരുടെയൊക്കെ സംസാരവും ഒക്കെ നമ്മളവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് മീറ്റിംഗ് അവസാനം വരെയും നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നെ പോലെ തന്നെ മറ്റ് പല സബ്ജക്ട്സും ഹാൻഡിൽ ചെയ്യുന്ന ഒരുപാട് ടീച്ചേഴ്സും ഇതുപോലെ ഓൺലൈനായിട്ട് സ്വീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വാട്സപ്പിലൂടെ ചാറ്റിങ്ങും കോളിങ്ങും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഈ ഒരു മീറ്റിങ്ങിലൂടെ നമുക്ക് അവരെയൊക്കെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു. നമ്മൾ 5th ആനിവേഴ്സറി ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഹാരിസ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ടീച്ചേഴ്സ് മാത്രമായിരുന്നില്ല കേട്ടോ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മെൻറ്റേഴ്സും അതുപോലെ തന്നെ അക്കാഡമിക് ഹെഡുമാരും ഒക്കെ നമ്മുടെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കോഴിക്കോട് വെച്ചിട്ട് തന്നെ നമ്മുടെ മീറ്റിംഗ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ മെയിൻ പരിപാടിയിലോട്ട് കടന്നു. നമുക്ക് കറങ്ങാൻ പോവാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. കാരണം നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ 3:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഗുജറാത്തി സ്ട്രീറ്റ് പോവാം, അതുപോലെ ബീച്ചിൽ പോവാം, അങ്ങനെ 2 സ്ഥലത്ത് പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഗുജറാത്തി സ്ട്രീറ്റിൽ നമ്മുടെ ഖുദാം ആർട്ട് കഫേയിൽ കയറിയതാണ്. അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അവർ അവിടുന്ന് നമ്മൾ എന്തെങ്കിലും കഴിക്കണം. ഇപ്പോൾ പേഴ്സണ് നമ്മൾ 100 rupees എന്തെങ്കിലും കഴിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾക്കാർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഫോട്ടോസ് എടുക്കാനും ഒക്കെ അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്.
അപ്പോൾ അത് വിചാരിച്ചിട്ടായിരിക്കാം പലരും, നല്ല തിരക്കും ഉണ്ടായിരുന്നു അവിടെ, അപ്പം അത് വിചാരിച്ചിട്ടായിരിക്കാം പലരും അങ്ങോട്ട് വരുന്നത്. ഞങ്ങളും ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ പോയതാണ്. ഞങ്ങൾക്കും ഉറപ്പായിരുന്നു ഫുഡ് അത്രയ്ക്ക് പോരായിരിക്കും എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങി. നമ്മൾ പിന്നീട് പോയത് ബീച്ചിലോട്ടായിരുന്നു. ബീച്ചിൽ നമ്മൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ കസിൻസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എങ്ങോട്ടെങ്കിലും പോവുക എന്നൊക്കെ ഉള്ളത്. നമ്മൾ അടുത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ലോങ് കോഴിക്കോട് വരെയൊന്നും നമ്മൾ ഇതുവരെയായിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോരാൻ ടൈമിൽ നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബസ് കയറിയ ടൈമിൽ രാത്രി ആയിട്ടുണ്ടായിരുന്നു. രാത്രി ഒരു 6:30 6:15 ആ ഒരു ടൈമിലാണ് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറിയത്. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് കോഴിക്കോടിനോട് യാത്രയും പറഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീഡിയോസ് ഇടാത്തതിൻ്റെ കാരണം മെയിനായിട്ടും ഇതാണ്. രണ്ടും കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത്. ഓക്കെ, അപ്പം നമ്മൾ നിർത്തി എന്നല്ല, നമ്മൾ ഇനിയും വീഡിയോസ് ഇടും. പക്ഷേ കുറച്ചൊരു ടൈം എനിക്ക് വേണം. ഇനി ഞാൻ മാക്സിമം ഇടാൻ നോക്കാം. കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് സോറി. അപ്പം എൻ്റെ ഇടം വില ഇരിക്കുന്നതാണ് എൻ്റെ 2 കസിൻസ്. അപ്പം നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പറയുന്നുണ്ട്, നമുക്ക് പോകണ്ട, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് നിന്നാലോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. കാരണം അറിയാമല്ലോ, കസിൻസ് കൂടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തിരിച്ച് നമ്മൾ പെരിന്തൽമണ്ണ സ്റ്റാൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിവിടുന്ന് പിക്ക് ചെയ്യാൻ ഞാൻ കസിൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരാളുടെ ഹസ്ബൻഡ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്ന് നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് റീസൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.